പാലക്കാട് യുവതിയുടെ മരണത്തിൽ ഭർതൃപീഡനം ആരോപിച്ച കുടുംബം കല്ലടിക്കോട് സ്വദേശി റൻസിയെയാണ് ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ഷെഫീഖ് നിരന്തരം ഭാര്യയെ പീഡിപ്പിച്ചിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു. കുട്ടികൾക്ക് ഇതുപോലത്തെ ഒരു ഗതികേട് വരാൻ പറ്റില്ല. അവൻ നല്ല പയ്യൻ തന്നെയായിരുന്നു. അവൻ ആ പെൺകുട്ടിന്റെ കൂടെ തൊട്ടിട്ടാണ് ഞങ്ങള് ആ പയ്യൻ ഇങ്ങനെ നാശമായത്. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇതുപോലൊരു സ്ത്രീകള് ഞാൻ ആ വീരത്തിൽ പോകാൻ പറ്റില്ല. മാനസികമായിട്ട് എന്നെ വല്ലാതെ തകർത്തുകള്. ഞാൻ ഇങ്ങനെ ഇരിക്കണതിൽ അർത്ഥമല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ വന്നോ. എന്തെന്നെ എപ്പോഴെപ്പോഴും മമ്മിയുടെ അടിയുടെ പ്രശ്നം ഉണ്ടാകുന്നത് എവിടെ ഇങ്ങനെ ഉണ്ടായില്ല. കുട്ടി നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ മരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് പോയതല്ല. എന്താ ചെറുതായിട്ട് പ്രശ്നമാണ്. ഒരു പോയി നോക്കുമ്പോൾ ആ വീട്ടിലില്ല, മോർച്ചറിയിക്കാൻ ഞങ്ങൾ നിന്ന് പോയത്. അവിടെ പോയപ്പോൾ അവസ്ഥയിലാണ് കാണുന്നത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുന്നുള്ളത് നമ്മൾ ഒന്നും വിചാരിച്ചില്ല. ഇങ്ങനെ എന്താ ചെയ്യുന്നുള്ളത് അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്. അത് എന്താ ചെയ്തിറക്കണമെന്നുള്ളത്, അവർ എന്താ ചെയ്തിറക്കണ കുട്ടീനെ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതെന്തായാലും കേസെടുത്തിട്ട് അതിന്റെ നിയമ നടപടി പോലെ ഞങ്ങൾക്ക് അത് ക്ലിയറാക്കി തരാം. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായിട്ട് ചേരുന്നത്. നിഖിൽ, ഗുഡ് ഈവനിങ്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. കാരണം വിവാഹിതയായും മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടി, അവൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് വീട്ടുകാരെത്തുമ്പോൾ മോർച്ചറിയിലേക്ക് പോകേണ്ടി വരുന്നവളെ കാണാൻ എന്തൊരവസ്ഥയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ് എത്രയും പെട്ടെന്ന് തന്നെ ചേരും. ഈ വാർത്ത പാലക്കാട് യുവതിയുടെ മരണത്തിൽ ഭർതൃപീഡനം ആരോപിച്ചിപ്പോൾ ആ യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. കല്ലടിക്കോട് സ്വദേശി റൻസിയെയാണ് ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ഷെഫീഖ് നിരന്തരം ഭാര്യയെ പീഡിപ്പിച്ചിരുന്നെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. അവരോട് ഈ കുട്ടിക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ്, എന്തോ ആരോഗ്യ പ്രശ്നമോ മറ്റോ ആണെന്ന് കരുതി ചെല്ലുമ്പോഴാണ് മോർച്ചറിയിലേക്ക് പോയി കുട്ടിയുടെ ജീവനറ്റ ശരീരം കാണേണ്ടി വന്നത്. അപ്പോൾ ഇത് ഭർതൃപീഡനം മൂലമാണ്. പലപ്പോഴും തങ്ങളോട് അത് പരാതിപ്പെട്ടിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെയാകും എന്ന് കരുതിയിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നിഖിൽ പ്രമേഷ് ചേരുകയാണ്. നിഖിൽ, എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്നലെയാണ് ക്രിസ്റ്റിന ഈ ഭർത്തൃ വീട്ടിൽ വെച്ച് അവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ഷഫീഖും കുഞ്ഞും പുറത്തുപോയി മടങ്ങി വരുമ്പോൾ ഇവർ തൂങ്ങിയ നിലയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് 4 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത്. കഴിഞ്ഞ 1 വർഷമായി. പക്ഷേ ഈ റൻസിയയും ഷഫീഖും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഭർത്താവ് ഷഫീഖിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് റൻസിയെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ ആ വീട്ടിൽ ഇവരുമായി വലിയ പീഡനങ്ങൾ റൻസിയയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യം ചോദിക്കുമ്പോഴൊക്കെ അതിക്രൂരമായ പീഡനത്തിന് ഇവർക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റൻസിയുടെ ബന്ധുക്കൾ പറയുന്നത്. ഉമ്മയൊക്കെ പറയുന്നത് അതാണ്. ഇതേ തുടർന്നാണ് ഈ ആത്മഹത്യ എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ ആത്മഹത്യയിലും ആ മരണത്തിലും ചില ദുരൂഹതകളുണ്ട് എന്നുകൂടി അവർ പറയുന്നുണ്ട്. കാരണം ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് ഇവർ തൂങ്ങിയതിന് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മാത്രമാണ് തങ്ങളോട് ഈ കാര്യം പറഞ്ഞത്. പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ വെച്ചാണ് മൃതദേഹം തങ്ങളെ കാണിച്ചത് തുടങ്ങിയ ആരോപണങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ യുവാവ് ഈ റൻസിയെ ഉപദ്രവിക്കുന്നുണ്ട്, അവരെ ആക്രമിക്കുന്നുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഇവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ പകർപ്പ് കൂടി വെച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും അവർ പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ മരണത്തിൽ ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ആ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. കൃഷ്ണ, ശരി. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഈ ഭർതൃവീട്ടിൽ പീഡനമാണ് എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. അക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവിന് വേണ്ട ശിക്ഷ ലഭിക്കട്ടെ. അതെ, കഷ്ടമാണ്. ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് എത്ര പെൺകുട്ടികളാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ വാർത്ത വരുമ്പോൾ സ്ഥിരം പറയുന്നതാണ്, ഇറങ്ങി പോരണം, നമ്മൾ കടിച്ചു തൂങ്ങി അങ്ങനെ സഹിച്ചു പിടിച്ച് നിൽക്കേണ്ടതല്ലോ. ചിലരുടെ കേസിലെ അവർക്കൊരു സ്വന്തമായ വരുമാനം ഒന്നുമില്ല. പലരും വിചാരിക്കും ഇനി തിരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാകുമോ. ചില വീടുകളിൽ അത്തരത്തില് ഒരു അങ്ങനെ സംസാരിക്കുന്ന അപൂർവം വീടുകളുമുണ്ട്. അത് ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മള് മാതാപിതാക്കളോടും കൂടി, കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കാതെ. അപ്പോൾ ഈ പെൺകുട്ടികളോട് സംസാരിക്കുന്നത് പോലെ തന്നെ മാതാപിതാക്കളോടും കൂടി പറയുകയാണ്, അവരെ കേൾക്കാൻ, അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ, ഈ വിഷയത്തിലല്ല ആ മാതാപിതാക്കളെ കുറ്റം പറയുന്നതും അല്ല, പക്ഷേ അങ്ങനെ മാതാപിതാക്കൾ അങ്ങനെ ഒരു മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരം വാർത്തകൾ ഇനി ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷ. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് നല്ലൊരു ജോലി ലഭിക്കട്ടെ, വരുമാനം ലഭിക്കട്ടെ. അപ്പോൾ കല്യാണമൊന്നുമല്ല അവസാന വാക്ക്. ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ?